ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നെഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഷെഹറൂബ ഷെമി. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് വളരെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഈ ഇഫ്താർ സ്നാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ അതിന് ആദ്യം തന്നെ നമുക്ക് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ്, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, 3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്. ഇനി ഇതിന്റെയൊക്കെ പച്ചച്ചുവ മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ക്യാരറ്റ് ആണ്. 1/2 കപ്പ് ക്യാരറ്റ് ചെറിയ പീസായി കട്ട് ചെയ്താണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ബീൻസും തന്നെ 1/2 കപ്പ് ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ക്യാബേജ് 1/2 കപ്പ്. ഇനി ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇനി ഈ പൊടികളുടെയൊക്കെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കണം. ഇനിയിപ്പോൾ ചേർക്കാനുള്ളത് പുഴുങ്ങി ഉടച്ചു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങാണ്. ഞാനിവിടെ 6 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതും കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉരുളക്കിഴങ്ങായിരുന്നു കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ വലുതൊക്കെ ആണെങ്കിൽ ഒരു 2 3 ഒക്കെ ചേർത്താൽ മതിയാകും. ഇതിപ്പോ ചെറുതായത് കൊണ്ടാണ് 6 എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ബ്രെഡ് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അരികുവശമൊന്നും കളയണമെന്നില്ല, അല്ലാതെ തന്നെ നമ്മൾ മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചിട്ട് ചേർത്താൽ മതി. 1/2 കപ്പോളം ഉണ്ടാവും കേട്ടോ അത്. ഇനിയിപ്പോ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇതിപ്പോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉരുട്ടിയെടുക്കാനുള്ള ഒരു പാകത്തിനായി കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇതിപ്പോ ഇവിടെ തണുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതാക്കിയെടുക്കാം. ബോൾസിന്റെ ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാം, അല്ലെങ്കിൽ കട്ട്ലറ്റിന്റെ രൂപത്തിലാക്കിയെടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. ഞാനിപ്പോൾ ഇങ്ങനെ സിലിണ്ടറിക്കൽ രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഇത് ഫ്രൈ ചെയ്യണം. അപ്പൊ അതിന് വേണ്ടി ഒരു കോട്ടിംഗ് ഒക്കെ റെഡിയാക്കണം. അപ്പൊ അതിന് വേണ്ടി 1/4 കപ്പ് കോൺഫ്ലോർ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ 1/4 കപ്പ് മൈദ കൂടി ചേർത്തിട്ടുണ്ട് ഇതിലേക്ക്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പൊ ഒരുപാട് തിക്കും വേണ്ട, ഒരുപാട് ലൂസും വേണ്ട, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. പിന്നെ കുറച്ച് ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ കോൺഫ്ലോർ മൈദ മിക്സിൽ ഇതൊന്ന് മുക്കിയെടുക്കാം. അതിനുശേഷം ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്നാക്ക്. ഇനിയിപ്പോ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പൊ ഇതുപോലെ തന്നെ നമുക്കെല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഓയിൽ തിളപ്പിച്ചിട്ടുണ്ട് ഞാനിവിടെ. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ബ്രെഡൊക്കെ ചേർത്തത് കാരണം തന്നെ ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതിന്റെ ഉള്ളിലുള്ള ഫില്ലിങ് ആൾറെഡി നമ്മൾ കുക്ക് ചെയ്തതാണല്ലോ. അപ്പൊ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ഒരു വശം ഗോൾഡൻ ബ്രൗൺ ആവുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പൊ ഇതിവിടെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോ ഇതൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈസിയായി ഇഫ്താറിന് ഉണ്ടാക്കാൻ പറ്റിയ ഈ സ്നാക്കിന്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യണേ. അപ്പൊ നാളെ നല്ലൊരു അടിപൊളി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്